നമസ്കാരം. രാജ്യം കാത്തിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇനി 4 ദിവസം മാത്രമാണ് ബാക്കി. AAP രാജ്യതലസ്ഥാനം തൂത്തുവാരാൻ കച്ചകെട്ടിയിറങ്ങുമ്പോൾ 3 പതിറ്റാണ്ട് മുമ്പ് നഷ്ടമായ ഭരണം തിരികെ പിടിക്കാനാണ് BJPയുടെ ശ്രമം. അതിനിടയിലാണ് 2025-ലെ പൊതു ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഡൽഹിയിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും കയ്യിലെടുക്കാൻ ആദായ നികുതി നിരക്കുകളിൽ ഉൾപ്പെടെ വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമോ? 2024-ലെ കേന്ദ്ര ബജറ്റിൽ നികുതി വ്യവസ്ഥയിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തിയത് ഒഴിച്ചാൽ സാധാരണക്കാർക്ക് നിരാശയായിരുന്നു ആകെ ഫലം. ഈ ബജറ്റിൽ എങ്കിലും നികുതി ചെലവ് കുറയും എന്ന പ്രതീക്ഷയിലാണ് സാമാന്യ ജനം. നിലവിൽ പുതിയ ആദായ നികുതി വ്യവസ്ഥ പ്രകാരം 7.75 ലക്ഷം രൂപ വരെ ആദായ നികുതി ബാധ്യതയില്ല. ഈ പരിധി 10 ലക്ഷമാക്കി ഉയർത്തും എന്നാണ് പ്രതീക്ഷ. ഒപ്പം 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് 25% ടാക്സ് സ്ലാബ് അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. നേരത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്നും 75,000 രൂപയാക്കി ഉയർത്തിയിരുന്നു. ഇത് 1 ലക്ഷമാക്കുമെന്നും സൂചനകൾ ഉണ്ട്. പ്രത്യേക ചർച്ച പരിശോധിക്കുന്നു. ആദായ നികുതി നിരക്ക് ഉയർത്തുമോ? ദീർഘകാലമായുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളോട് എന്താകും കേന്ദ്രത്തിന്റെ നിലപാട്? ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ സാമ്പത്തിക വിദഗ്ധൻ, ശ്രീ TC മാത്യു സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ S മോഹനകുമാർ സാമ്പത്തിക വിദഗ്ധൻ എന്നിവർ ആണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ. സാധാരണ ബജറ്റ് അവതരണത്തിന് മുമ്പും ശേഷവുമൊക്കെ നിരവധി കണക്കുകളും ഡേറ്റകളും വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുക എന്നതാണ് ഒരു രീതി. പക്ഷേ സാമാന്യ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഉറ്റുനോക്കുന്നത് അവരുടെ ജീവിത ഭാരം ഉയരുമോ കുറയുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ആദായ നികുതി സ്ലാബിൽ ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നു എന്നതിനപ്പുറത്ത് ശാശ്വതമായി ഇടത്തരക്കാരന് ആശ്വാസം നൽകുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു ബജറ്റിൽ എന്ന് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനൊരു മാറ്റം ഇത്തവണ ഉണ്ടാകും എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ആ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ആ സാധ്യത ഒരുപക്ഷേ സംഭവിച്ചേക്കാം. കാരണം തെരഞ്ഞെടുപ്പുകളൊക്കെ, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അടക്കം ഈ നമ്മുടെ ഇടത്തരക്കാരെ കൂടുതലായിട്ട് സർക്കാരിന് അനുകൂലമാക്കാൻ ഉള്ള ശ്രമങ്ങളുണ്ടാവും. പക്ഷേ ഇതിനപ്പുറം നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ടാക്സ് GDP റേഷ്യോ എത്രയാണ്? ഇത് ഏകദേശം 17%, GDPയുടെ 17% അടുത്ത് മാത്രമാണ്. നേരെ മറിച്ച് വികസിത രാജ്യങ്ങളിൽ ഇത് 35-നും 40-നും ഇടയിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ ഇടത്തരക്കാരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഈ നികുതി ഇളവുകൾ നൽകുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ, ഉദാഹരണമായിട്ട് ഒരു ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴിയായിട്ട് ഒരു 500 രൂപ വീതം ഏറ്റവും പാവപ്പെട്ടവരായ ഗ്രാമീണ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾക്ക് നൽകുന്നത് പോലുള്ള ഒരു പദ്ധതികളെ കുറിച്ച് ഒന്നും നമ്മുടെ രാഷ്ട്രീയക്കാരോ സാമ്പത്തിക വിദഗ്ധർ പോലും സംസാരിക്കുന്നില്ല. അതായത് ഈ കർഷകർക്ക് 3 ഗഡുവായി ലഭിക്കുന്നത് പോലെയുള്ള സാമ്പത്തിക സഹായം, അതായത് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള പണവിനിമയം നടക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആകണമെങ്കിൽ നമ്മുടെ റൂറൽ ഡിമാൻഡ്, ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ചോദനം വർദ്ധിക്കണം. അത് വർദ്ധിക്കുന്നതിന് ഉള്ള ഒരു മാർഗം ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറുകളാണ്. ഇപ്പോൾ നമ്മുടെ ആദായ നികുതി ഇളവുകൾ അടക്കമുള്ളത് യഥാർത്ഥത്തിൽ അത് അർബൻ സെന്റേർഡാണ്. നഗര കേന്ദ്രീകൃതമായ ചില
ആശയാഭിലാഷങ്ങളാണ്. സാധാരണ മിഡിൽ ക്ലാസ്സിന് കൂടുതലായിട്ട് നികുതി ഇളവുകൾ നൽകിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഡിമാൻഡിൽ പ്രതിഫലിക്കും, അങ്ങനെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യും എന്ന്. സാർ, അവിടെ എന്റെ ഒരു സംശയമാണ്. അതായത് പൊതുവെ പറയപ്പെടുന്ന ഒന്നുണ്ടല്ലോ, അതായത് ഒരു എക്കോണമിയെ പിടിച്ചു നിർത്തുന്നത് ഇത്തരം സൗജന്യങ്ങളല്ല, മറിച്ച് ഈ വാങ്ങൽ ശേഷിയിലേക്ക് ജനങ്ങളെ എത്തിക്കുക, അതിനവരെ പരിവർത്തനപ്പെടുത്തുക, അതിനുവേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അതിനപ്പുറത്ത് താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഡയറക്റ്റ് ബെനിഫിറ്റ്, അതായത് സർക്കാർ പണം ജനങ്ങളിലേക്ക് നേരിട്ട് നൽകുന്നത് ഒരു വളർച്ചയെ, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഒരു സാമൂഹ്യ ശേഷി വർദ്ധിക്കുക, സാമ്പത്തിക ശേഷി വർദ്ധിക്കുകയല്ല എന്നൊരു നിരീക്ഷണം മറുഭാഗത്തില്ലേ? ആ നിരീക്ഷണത്തിന് വലിയ അടിസ്ഥാനമില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ട് ഡിമാൻഡ് അത് അത്രയധികം വിശ്വസിക്കാനൊക്കെ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ പുതിയ പോളിസി, ചൈന ഒരു മാനുഫാക്ചറിങ് പ്രോവസ്, ചൈനയുടെ ആ ഒരു പ്രോവസ് കണക്കിലെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൊമസ്റ്റിക് ഡിമാൻഡ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഉള്ള ഉൽപാദനം വർദ്ധിക്കുന്നതിന് വഴിയായിട്ടാണ് സാധിക്കുന്നത്. ഉൽപാദനം വർദ്ധിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു തടസ്സം ഡിമാൻഡ് കുറവാണ്, ചോദനം കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ ചോദനം വർദ്ധിപ്പിക്കുന്നതിന് സാധാരണ ജനങ്ങളുടെ വരുമാനം കൂട്ടുന്ന പദ്ധതികൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഹാത്മാഗാന്ധി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമൊക്കെ ഒരു വേസ്റ്റാണ്, ഒരു വെറുതെ ഒരു നഷ്ടമാണ് എന്ന് തോന്നുമല്ലോ. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ചോദനം വർദ്ധിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ വ്യാവസായിക ഉൽപാദനം വർദ്ധിച്ചിട്ടുള്ളതായിട്ട് കാണാൻ. അപ്പോൾ അതാണ് നമ്മുടെ സാമ്പത്തികമായ ഒരു നയത്തിൻ്റെ അടിസ്ഥാനമാകേണ്ടത്. അത്തരത്തിലുള്ളൊരു നയരൂപീകരണം നടക്കുന്നില്ല. എപ്പോഴും ഈ ഇൻകം ടാക്സിനെ കുറിച്ചുള്ള ആദായ നികുതിയിൽ എത്രമാത്രം കുറവുണ്ടാകും. അല്ല, അവിടെ എന്റെ ഒരു സംശയം, അതായത് ഇപ്പോൾ ഒരു ഇടത്തരക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ. ഇപ്പോൾ 3 ലക്ഷം രൂപ വരെയാണ് റവന്യൂ എങ്കിൽ പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നും സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. 7 ലക്ഷം എന്ന നിലയിലേക്ക് വരുമ്പോൾ പോലും വലിയ തോതിൽ ഇപ്പോൾ പൊതുവെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നത് ഇടത്തരക്കാരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയുന്നു. അവന് നീക്കിയിരിപ്പില്ലാതെയാകുന്നു. നീക്കിയിരിപ്പുണ്ടാകുമ്പോൾ മാത്രമാണല്ലോ ഈ മാർക്കറ്റിലേക്ക് പണം എത്തിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നു, അങ്ങനെ ക്രയവിക്രയം നടക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ പരിധി 10 ലക്ഷമാക്കി ഉയർത്തുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ പണം അധികമായി ശേഖരിക്കാൻ സാധാരണക്കാരനായ ആളുകൾക്ക് സാധിക്കും. അത് നികുതിയായി നൽകേണ്ടി വരുന്നില്ല. അപ്പോൾ ആ നികുതി പണമായി ലാഭിക്കുന്ന തുക അത് കൂടുതൽ ക്രയവിക്രയങ്ങൾക്ക് വഴിയൊരുക്കില്ലേ? അതൊരു പക്ഷേ രാജ്യത്ത് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകില്ലേ? ഞാൻ ചോദിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഡിമാൻഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഗ്രാമീണ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിച്ചാൽ. നമുക്ക് കേരളത്തിലെ ഉദാഹരണം പറയാം. കേരളത്തിലെ ഈ നമ്മുടെ സാധാരണ ജനങ്ങളുടെ വെൽഫെയർ പെൻഷൻ 1600 നിന്ന് 2500 വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ മുഴുവൻ തുകയും ഉടൻ തന്നെ വിപണിയിലെത്തും. ഇതാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ആദായ നികുതിക്കാരന് ഒരു കുറച്ചുകൂടെ കൺസെഷൻ കൊടുത്താൽ അതിൻ്റെ ഒരു ചെറിയ പ്രപ്പോർഷൻ മാത്രമേ യഥാർത്ഥത്തിൽ വിപണിയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിപണിയിൽ മൾട്ടിപ്ലയർ എഫക്റ്റ്, ആ ഒരു ഉണ്ടാക്കുന്ന ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്ന സൗജന്യങ്ങൾക്കാണ് കൂടുതൽ ചലനം ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് എൻ്റെ പക്ഷം. അതായത് ഇപ്പോൾ ഈ കേരളത്തിൽ നൽകുന്നത് പോലെ സാമൂഹ്യ പെൻഷൻ നൽകുന്നത് പോലെ അതിപ്പോൾ ഒരു പ്രായപരിധിക്ക് മുകളിൽ ഉള്ളവർക്കാണ്. താങ്കൾ പറയുന്നത് അനുസരിച്ച് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിക്കുക എന്നുള്ളതാണോ? അതായത് അവിടെ പ്രായമോ മറ്റോ ഒന്നും നോക്കേണ്ടതില്ല. അതായത് ഒരു താഴ്ന്ന വരുമാനക്കാർക്ക് ഒരു ഇൻകം സപ്പോർട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. റൂറൽ ഡിമാൻഡ് വർദ്ധിക്കും. കാർഷിക പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ഉപഭോഗം വർദ്ധിക്കും. കാരണം നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഭക്ഷ്യ ഉപഭോഗം തന്നെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് കാർഷിക മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തും.
അപ്പോൾ ഭക്ഷ്യ ഉപഭോഗം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ അത് നോൺ ഫുഡ് ഭക്ഷ്യേതര സാധനങ്ങളുടെ ഉപഭോഗം വർദ്ധിക്കും. അങ്ങനെ ഇതുണ്ടാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ചലനം ആകമാനമുള്ള വ്യാവസായിക ഉൽപാദനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ മോഹൻകുമാർ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. സാർ, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ മോഹൻകുമാർ, ഇവിടെ ഈ ആദായ നികുതിയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു? ആദായ നികുതി പരിധി ഉയർത്തുമോ? അതാണ് സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ഇടത്തരം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ റവന്യൂവിന്റെ വലിയൊരു ശതമാനം നികുതി ഇനത്തിൽ പോകുന്നു. അത് മാറ്റി കിട്ടുന്നുവെങ്കിൽ ആ പണം എന്നത് ഒരു സമ്പാദ്യമായി കരുതാം, അല്ലെങ്കിൽ ആ പണം കൂടി കൂടുതൽ ചെലവഴിക്കാനുള്ള ഒരു ശേഷി ഇടത്തരക്കാർക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു പക്ഷേ 10 ലക്ഷം വരെ ആക്കിയേക്കാം ഈ ആദായ നികുതി പരിധി എന്ന റിപ്പോർട്ടുകളുണ്ട്. അത് നമുക്കിപ്പോഴും സ്ഥിരീകരിക്കാനാവില്ല. കാരണം ഈ മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എപ്പോഴും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നതാണ് എങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന പ്രഖ്യാപനങ്ങൾ ആദായ നികുതിയിലടക്കം നടത്തിയിട്ടുണ്ടോ എന്ന സംശയം സാമ്പത്തിക മേഖലയിലുള്ളവർ പങ്കുവെക്കുന്നുണ്ട്. താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? ആദായ നികുതി സ്ലാബിൽ വരുത്തുന്ന മാറ്റങ്ങൾ അത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? നോക്കൂ, ഇന്നിപ്പോ ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ പാർലമെന്റിൽ വച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ അത് വിശ്വസിച്ച് അത് ശരിയാണെന്ന് വിശ്വസിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ വളർച്ചാ നിരക്ക് 4% താഴെ നിൽക്കുകയാണ്. രണ്ടാമത് ഇന്ത്യയിലെ GDP-യുടെ നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചാ നിരക്ക് 6.4% ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് 5%-നും 5.5%-നും ഇടയിലെ നിൽക്കുമെന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഇതിനകം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ വളരെ വളരെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ പാസഞ്ചർ കാർ വാഹനങ്ങളുടെ വളർച്ചാ നിരക്ക്, അതിന്റെ സെയിൽസിന്റെ വളർച്ചാ നിരക്ക് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ 4% കുറഞ്ഞിരിക്കുകയാണ്. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് TV, ഫ്രിഡ്ജ് അങ്ങനെയുള്ള വൈറ്റ് ഗുഡ്സിന്റെ വളർച്ച സെയിൽസ് ഗണ്യമായി കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഇത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖല 3.5% വളർച്ചാ നിരക്ക് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് 5.5% സാമ്പത്തിക വളർച്ച 2024-25 നിർത്താൻ കഴിയുമെന്ന് പറയുന്നത്. അതിനുള്ള കാരണം സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഇടപെടലുകളൊന്നും കൊണ്ടല്ല. കാരണം നല്ല ഒരു മൺസൂൺ കിട്ടി, അതിന്റെ ഭാഗമായി കാർഷികോൽപാദനം കൂടി, അങ്ങനെയാണ് ആ വളർച്ച മുന്നോട്ട് പോയതെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ച ഒരു പ്രധാനപ്പെട്ട കണക്ക് നമ്മുടെ മുന്നിൽ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് പറയുന്നത് ഇന്ത്യയിലെ ആളുകളുടെ ഹൗസ് ഹോൾഡ് ഇൻകം, അതായത് ഇന്ത്യയിലെ കുടുംബങ്ങൾ അവരുടെ സേവിങ്ങിൽ വരുത്തുന്ന ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു. ഏകദേശം 21% ഉണ്ടായിരുന്ന GDP-യുടെ 21% ഉണ്ടായിരുന്ന സമ്പാദ്യ നിരക്ക് 17% കുറഞ്ഞിരിക്കുന്നു. ആളുകൾ സമ്പാദിക്കാൻ കഴിയുന്നില്ല ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് എന്ന് പറയുന്നത് ആളുകൾ കോർപ്പറേറ്റ് മേഖല, ഇന്ത്യയുടെ വ്യാവസായിക മേഖല ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നില്ല. പകരം ബാങ്കുകളെല്ലാം വളരെ പ്രതിസന്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ പ്രതിസന്ധിയിലേക്ക് മാറുന്നത് ഒഴിവാക്കാൻ വേണ്ടി അവരുടെ ലാഭവിഹിതം കുറയുന്നു എന്ന് കണ്ടപ്പോൾ അവർ വ്യക്തികൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്ത് കൂടുതൽ വായ്പ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. കച്ചവടം, ഈ ബിസിനസ് ഉയർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിൽ തന്നെ നല്ലൊരു ശതമാനം തിരിച്ചു കിട്ടാത്ത വായ്പയാണെന്ന് റിസർവ് ബാങ്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഹൗസ് ഹോൾഡ് ആളുകൾ വായ്പ എടുത്താണ് ഇപ്പം ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടം കാണിക്കുന്നത് ഇപ്പൊ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം അങ്ങേയറ്റം അതിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതി, അതായത് അടുത്ത കാലത്ത് ഈ ഇന്നിക്വാലിറ്റി ലാബ് എന്ന് പറയുന്ന വേൾഡ് ഇന്നിക്വാലിറ്റി ലാബ്, ലോകത്തിലുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക അസമത്വത്തെ കുറിച്ച് പഠിക്കുന്ന സംഘടന പറഞ്ഞിരിക്കുന്നത് 1940 സ്വാതന്ത്ര്യ ലബ്ധിക്ക്
ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വരുമാനത്തിലെ അസമത്വത്തെക്കാൾ കൂടുതലാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അസമത്വം എന്നാണ്. അത്തരത്തിലുള്ള സാമ്പത്തിക അസമത്വം നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഇൻകം ടാക്സിൽ നമ്മൾ ഇന്ത്യന്റെ സ്ലാബിൽ വ്യത്യാസം വരുത്തുന്നത് ഒരു ചെറിയൊരു വിഭാഗത്തിന് ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു വിഭാഗത്തിനെ സന്തോഷിപ്പിക്കുമെങ്കിലും അത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന അസമത്വത്തെ വളരെയധികം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, അതുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു രീതിയിലും മെച്ചപ്പെടാൻ പോകുന്നില്ല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് നേരിടുന്ന അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. ഇന്നത്തെ എക്കണോമിക് സർവേ പറയുന്നത് 92 കോടി 142 കോടി ജനങ്ങളിൽ 92 കോടി ജനങ്ങൾ ഇപ്പൊ തൊഴിൽ കമ്പോളത്തിൽ വരികയാണ്. ഇവർക്ക് തൊഴിൽ കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 75 ലക്ഷം തൊഴിൽ ദിനങ്ങൾ ഒരു ദിവസം ഒരു വർഷത്തിൽ ഉണ്ടാവണം. അത് ഉണ്ടാകണമെങ്കിൽ 9% സാമ്പത്തിക വളർച്ചാ നിരക്ക് ഉണ്ടാവണം. 9% പോയിട്ട് 5.5% പോലും സാമ്പത്തിക വളർച്ച ഉണ്ടാകാതിരിക്കുമ്പോൾ ഏത് തരത്തിലാണ് ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത്? തൊഴിലിപ്പോ തൊഴിലില്ലായ്മ നിരക്കിനെ കേന്ദ്ര സർക്കാർ എക്കണോമിക് സർവേയിൽ പറയുന്നത് 3.5%. പക്ഷെ CMI സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി പറയുന്നത് 9.5% തൊഴിലില്ലായ്മ വളർന്നു വരികയാണെന്നാണ്. ഇതിൽ തന്നെ 15-24 വയസ്സിനും ഇടയിലുള്ള ഏറ്റവും കൂടുതൽ തൊഴിൽ ആവശ്യമായിട്ടുള്ള ചെറുപ്പക്കാർക്ക് 41% അവരുടെ തൊഴിലില്ലായ്മ നിരക്കെന്നാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി അവരുടെ കണക്കനുസരിച്ച് പറയുന്നത്. ഒരു ഭാഗത്ത് അതിരൂക്ഷമായി തൊഴിലില്ലായ്മ വളരുന്നു, മറുഭാഗത്ത് കാർഷിക മേഖലയിൽ ആശ്രയിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി കൂടുന്നു. ഇനിയിപ്പോ നമ്മൾ ഇൻകം ടാക്സിന്റെ കാര്യം തന്നെ എടുത്താൽ ഒരുപക്ഷെ സംഭവിക്കാം. ഡൽഹിയിൽ നടക്കുന്ന ഇലക്ഷന്റെ ഭാഗമായിട്ട് 8ാം ധനകാര്യ കമ്മീഷനെ വച്ച് 8ാം ശമ്പള കമ്മീഷനെ നിശ്ചയിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇലക്ഷനെ സ്വാധീനിക്കാൻ ചെയ്താൽ പോലും അതൊന്നും ഇന്ത്യ ഇന്ന് നേരിടുന്ന ഈ നേരത്തെ ഡോക്ടർ ജോസഫ് ആസ്റ്റിൻ കൂടെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇന്ത്യ നിലവിടുന്ന ഈ ആഭ്യന്തര കമ്പോളത്തിലെ ഇടിവിനെ, സാമ്പത്തിക പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. റിസർവ് ബാങ്ക് ഇപ്പോ തന്നെ ഈ കേന്ദ്ര സർക്കാരിന് കൃത്യമായ വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. ഏതൊരു രാജ്യമാണോ അവിടുത്തെ ഹൗസ് ഹോൾഡ്സ് കുടുംബങ്ങൾ കൂടുതൽ വായ്പ എടുത്ത് ചെലവഴിക്കുന്നത് അത്തരത്തിലുള്ള രാജ്യങ്ങൾ അതിവേഗത്തിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും മാന്ദ്യത്തിലേക്കും പോകും. 2008 കാലഘട്ടത്തിൽ അമേരിക്കയിലുണ്ടായ ഹൗസിംഗ് ബൂമിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന സാമ്പത്തിക തകർച്ച ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ബാങ്കുകൾ കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം 5 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ ക്രെഡിറ്റ് കാർഡെല്ലാം നോൺ സെക്യൂർഡ് ലോണുകളാണ്. ഇതൊന്നും തിരിച്ചു വരുന്നില്ല. ഇങ്ങനെ ഇന്ത്യയിലെ സാമ്പത്തിക ബാങ്കിങ് മേഖല തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് വല്ലാത്തൊരു ദുർബലാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ TC മാത്യു കൂടിയുണ്ട്, സാമ്പത്തിക വിദഗ്ധൻ. ശ്രീ TC മാത്യു, ഇവിടെ എപ്പോഴും നമുക്ക് മറ്റ് നിരവധിയായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആദായ നികുതി എന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഓരോ ബജറ്റ് സമയത്തും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. സാങ്കേതികമായി അതിൻ്റെ ഒരു ഘടനാപരമായ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിൽ പോലും സാധാരണക്കാരായ ആളുകൾക്ക്, ഇടത്തരക്കാരായ ആളുകൾക്ക് ഇതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകുന്നില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നുകൂടിയാണ് ഈ വ്യക്തിഗതമായ നികുതി എന്നത്. അത് പരിധി ഉയർത്തുമ്പോൾ സർക്കാരിന് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട്, വരുമാന കുറവ് ഉണ്ടാവുകയും ചെയ്യും. അതെങ്ങനെ പരിഹരിക്കാം എന്നതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും സാധാരണ നിലയിൽ ആദായ നികുതി സ്ലാബ് ഉയർത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത്തരം ചില മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടോ താങ്കൾ? രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം വളരെ ദുർബലമാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതെ, വേണ്ടത്ര തൊഴിലുണ്ടാകുന്നില്ല, വരുമാനം ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ തൊഴിലും വരുമാനവും ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. എന്റെ മുൻപ് പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം എടുത്തു പറഞ്ഞ കാര്യമാണത്. രാജ്യത്ത് കൂടുതൽ തൊഴിലുണ്ടാകണം, അതനുസരിച്ച് വ്യക്തികൾക്ക് വരുമാനം കൊടുക്കണം. അപ്പൊ അതിന് ഉപയോഗിക്കാവുന്ന 2-3 മാർഗങ്ങളുള്ളതിൽ ഒന്നാണ് ഈ നികുതി അല്പം ഒന്ന് കുറച്ചു കൊടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും താഴെ തട്ടില്. നമ്മൾ മുകൾ തട്ടിലെ നികുതികളൊക്കെ ഏകദേശം രാജ്യാന്തര നിലവാരത്തിലേക്ക് കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പരമാവധി ഏറ്റവും ഉയർന്ന വരുമാനക്കാർക്ക് പോലും 30-32% നികുതി കൊടുത്താൽ മതി. അതേസമയം താഴെ നിലവിലുള്ളവർക്ക് ഇപ്പോഴും 3 ലക്ഷം രൂപയുടെ പുതിയ ടാക്സ് രീതിയിൽ, പുതിയ സിസ്റ്റത്തില് 3 ലക്ഷം രൂപ വരെ മാത്രമാണ് ഒഴിവ്. തുടർന്ന് അങ്ങോട്ട് 5, 10, 15 എന്നിങ്ങനെ ഓരോ സ്ലാബുകളായിട്ട് നിരക്ക് കൂടുകയാണ്.
അതിത്തവണ 5 ലക്ഷമാക്കി ഉയർത്തിയേക്കുമെന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അത് ഉറപ്പിക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറെ ബജറ്റുകളിലായി ഇങ്ങനെയൊക്കെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും ഒടുവിൽ അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമല്ല, പലപ്പോഴും നിരാശപ്പെടുത്തുന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും അങ്ങനെ ഒരു 5 ലക്ഷമോ ഏതെങ്കിലും ഒരു പരിധിയിലേക്ക് ഇത് ഉയർത്തി കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യം, നിലവില് ഈ നികുതി നൽകുന്ന ആൾക്കാർക്ക് അവരുടെ കൈവശം മിച്ചം കിട്ടിയിരുന്ന പണത്തേക്കാൾ കൂടുതൽ കിട്ടും. അപ്പോ ഉദാഹരണമായിട്ട് ഇപ്പൊ 3 ലക്ഷത്തില് ഒഴിവ് കിട്ടി, ബാക്കിയുള്ള ഒരു 2 ലക്ഷത്തിന് നികുതി കൊടുത്തിരുന്ന അയാൾക്ക് 5% നികുതിയായ 10,000 രൂപ ലാഭം കിട്ടും. ഈ 5 ലക്ഷത്തിലേക്ക് ഇതിന്റെ ഒഴിവ് പരിധി ഉയർത്തിയാൽ. അപ്പൊ ആ 10,000 രൂപയ്ക്ക് അയാള് അധികമായി എന്തെങ്കിലും ചെലവ് ചെയ്യാൻ സാധിക്കും. അയാൾക്കൊരു TV ഒന്ന് മാറ്റി മേടിക്കാം, അതല്ലെങ്കിൽ മകനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാം, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൂടെ രാജ്യത്ത് വിൽപ്പന വർദ്ധിക്കും. അതാണ് താഴെത്തട്ടിൽ നികുതി കുറച്ചാലുള്ള ഗുണം. പക്ഷെ ഇതിന് സമാന്തരമായിട്ട് ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെയും നികുതി GST അതും കൂടി കുറച്ചാൽ മാത്രമേ വേണ്ടത്ര ഫലപ്രദമാകൂ. നമ്മളിപ്പോൾ പലയിടത്തും ചെന്ന് കഴിഞ്ഞാല് ഒരു ഇഡ്ഡലിക്ക് 18% കൊടുക്കണോ, അല്ലെങ്കിൽ മുട്ടമ്പൊരിക്ക് 18% നികുതി കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് തമാശല്ല, അതൊരു വസ്തുതയാണ് എന്നുള്ളത് ഓർക്കണം. അപ്പോ ഒരു ചായ കുടിക്കാൻ കയറുന്ന ആൾക്ക് ചായക്ക് 5%വും ഉണ്ടമ്പരിക്ക് 18% നികുതി കൊടുക്കുന്ന ഒരു സാഹചര്യം അയാൾക്ക് ചിന്തിക്കാൻ പോലും എളുപ്പമല്ല. അപ്പൊ ആ ലെവലില് ഒത്തിരിയേറെ സാധനങ്ങളുണ്ട്. സ്കൂൾ നോട്ട് ബുക്കുകൾ മുതല് ടെക്സ്റ്റ് ബുക്കുകൾ വരെയുള്ളതിന്റെ നികുതികള്, പേനാച്ചി തുടങ്ങിയിട്ടുള്ള നിത്യവ്യവ സാധനങ്ങള്. അപ്പൊ നമ്മുടെ ഗാർഹിക ഉപകരണങ്ങൾക്കുള്ള നികുതി ഒരല്പം കുറച്ചു കൊടുത്താൽ അത് കൂടുതൽ വിറ്റുപോകും. അപ്പൊ ഈ 2 സാഹചര്യങ്ങൾ, ഒന്ന് ഒരാളുടെ കയ്യിൽ ഇരിക്കുന്ന പണത്തിന് പണം കൂട്ടുക, അതിന് നികുതി കുറച്ചു കൊടുക്കുക. 2, നികുതി കുറച്ചിട്ട് ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുക. ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാട്ടിലെ വിലക്കയറ്റവും കുറയും. അപ്പൊ GST കൗൺസിലിൽ തീരുമാനം എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുമ്പോഴാണല്ലോ. GST കൗൺസിലിന് അതുവരെ തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അങ്ങനെ ഒരു വിപ്ലവകരമായ തീരുമാനം എടുത്താലേ രാജ്യത്ത് ഡിമാൻഡ് വീഴുള്ളൂ. നമ്മൾ ചോദന ഉയരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് എന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നാടകീയമായ പ്രഖ്യാപനം ഉണ്ടായാൽ മാത്രമേ നമ്മളിപ്പോ 2-3 കൊല്ലമായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളർച്ചയെന്നല്ല തളർച്ച, ആ തളർച്ചയൊന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോ 6.4% നമ്മുടെ ഈ വർഷത്തെ വളർച്ച നിരക്ക് കുറയുകയാണ്. കോവിഡിന് മുമ്പുള്ള തലേ വർഷം 2018-19 വളർച്ച നിരക്കിന്റെ സമാനമാണത്. അത് കഴിഞ്ഞിട്ട് 2019-20 ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ 3.4 താണു. അപ്പൊ ഈ വർഷം ഇപ്പോൾ എക്കണോമിക് സർവേ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. എക്കണോമിക് സർവേയിൽ പ്രതീക്ഷിക്കുന്നത് എന്താ? 6.3-നും 6.8-നും ഇടയിലുള്ള വർധന ഉണ്ടാകുമെന്ന്. അതായത് 6.5% വളർച്ച. ഈ കൊല്ലത്തെ 6.4-നേക്കാൾ 1.1 കൂടിയേക്കാം എന്ന പ്രതീക്ഷയാണ് അതിന്റെ അകത്ത് പറയുന്നത്. ആ പ്രതീക്ഷയിലല്ല കാര്യം. ആ പ്രതീക്ഷ അത്ര യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ളതല്ല. പ്രത്യേകിച്ചും രാജ്യാന്തര സാഹചര്യം വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റന്നാള് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ 25% ചുങ്കമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡോളറിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ 100% നികുതിയൊക്കെയാണ് പറയുന്നത്. 100% എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അടക്കമാണ്. അപ്പൊ ഇങ്ങനെ രാജ്യാന്തര സാഹചര്യം വളരെ കലുഷിതമായിട്ടും അവ്യക്തമായിട്ടും അനിശ്ചിതമായിട്ടും നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ നാടകീയമായി എന്തെങ്കിലും ചെയ്യണം. പലപ്പോഴും ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പരമ്പരാഗത സൊല്യൂഷൻസിലല്ല ഇരിക്കുന്നത്. ഇപ്പോ 1991 ഇന്ത്യ വിദേശ നാണ്യ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇന്ത്യ എന്ത് ചെയ്ത്? ഇന്ത്യയുടെ രൂപയുടെ മൂല്യം 25% കുറച്ചു 2 തവണയായിട്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ വട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ നാടകീയമായ തീരുമാനം കൊണ്ടാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ കരകയറിയത്. അപ്പോ ഇവിടെയുമുള്ള പ്രശ്നം ഇതാണ്. നമ്മള് ആഗോള സാഹചര്യം മോശവും ആഭ്യന്തര സാഹചര്യം വളരെ ദയനീയവുമായിരിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കാനും വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് വിഭവങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാനും സാധ്യമായ എല്ലാ അടവുകളും ഉപയോഗിക്കണം. ആ അടവുകളിലൊന്നാണ് ഈ നികുതി നിരക്ക് അല്പം കുറയ്ക്കല് എന്നുള്ളത്. അത് നികുതി ഉൽപ്പന്നങ്ങളിലേയും കുറയ്ക്കണം, വരുമാനത്തിന്റെയും കുറയ്ക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വിൽപ്പന നടക്കും, അപ്പോൾ ഉൽപാദനം കൂടും, അപ്പോൾ തൊഴിൽ കൂടും. അതാണ്. അതിന് ഒരു 6 മാസത്തെ സാവകാശം മതി ഈ തൊഴിൽ കൂടി വരാൻ.
അതാണ് ഇതിന്റെ അകത്തുള്ള സാങ്കേതികമായിട്ട് പറഞ്ഞാൽ പ്രായോഗികമായ പരിഹാരം. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ജോസഫ് ആസിൻ, അതായത് ഈ ഗാർഹിക ചെലവഴിക്കൽ ശേഷി വർദ്ധിപ്പിച്ചാൽ തന്നെ വിപണിയിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണല്ലോ ഇപ്പോൾ ശ്രീ ടി സി മാത്യുവിനെ പോലെയുള്ളവർ പറയുന്നത്. അപ്പോൾ അതിനുകൂടി അവസരമൊരുക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അത് അനിവാര്യതയായിരിക്കുകയാണ്. കഴിഞ്ഞ 7 തവണ ബജറ്റ് അവതരിപ്പിച്ചതിൽ നിന്ന് ഇന്ത്യൻ സമ്പദ്ഘടന മാറി നിൽക്കുന്നു, ആഗോള സമ്പദ്ഘടനയിൽ അടക്കം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സമ്മർദ്ദം സർക്കാരിന് മുകളിൽ ഉണ്ട്. ആ സമ്മർദ്ദത്തെ ഏത് നിലയിൽ ആയിരിക്കും പ്രയോഗിക്കുക എന്ന് നമുക്ക് നാളെ മാത്രമേ അറിയാൻ സാധിക്കൂ. അതെ, ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡാണ്. ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു ഇക്കോണമിയാണ് നമ്മുടേത്. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഈ നമ്മുടെ കാർഷിക, തീർച്ചയായിട്ടും ഇത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. അവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വീക്ക്നെസ്. നമ്മുടെ ചെറുപ്പക്കാര് വിദേശത്തേക്ക് കുടിയേറുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. നേരെ മറിച്ച് ഈ അവരുടെ ആ ക്രിയാശേഷി രാജ്യത്ത് തന്നെ ഉപയോഗിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ ധാരാളമായിട്ടുള്ള രാജ്യമാണ്. അവയൊക്കെ തന്നെ പലപ്പോഴും ചൈന അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ്, അയിരുകളായിട്ട് കയറ്റി അയക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഈ ക്രിയാശേഷിയെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ അതിനെ അൺലീഷിംഗ് ദി എന്റർപ്രണേറിയൽ സ്പിരിറ്റ് ഓഫ് ദ കൺട്രി എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ, അതിന് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വേണം. പ്രത്യേകിച്ച് നമ്മുടെ റെഗുലേഷൻ, നമ്മുടെ പലതരത്തിൽ നമ്മുടെ സംരംഭകരെ വരിഞ്ഞിട്ടിരിക്കുന്ന നിയന്ത്രണങ്ങൾ പൊട്ടിച്ച് സ്വതന്ത്രമാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതെ, ചുവപ്പ് നാടയുടെ ഈ ഒരു സാഹചര്യം മാറ്റി അതിനു വേണ്ടിയിട്ടുള്ള വളരെ വിപ്ലവകരമായ ചില നിർദ്ദേശങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തന്നെ നമ്മുടെ ഈ തൊഴിൽ നിയമങ്ങളെയൊക്കെ സംബന്ധിച്ച്, ഈ തൊഴിൽ നിയമങ്ങളും അതിൻ്റെ സങ്കീർണതകളുമാണ് പലപ്പോഴും ചെറുകിട വ്യവസായങ്ങളിലും മറ്റും കൂടുതൽ തൊഴിലാളികളെ എടുക്കുന്നതിനും, അല്ലെന്നുണ്ടെങ്കിൽ വ്യവസായം മോശമായ ഒരു സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ പിരിച്ചുവിടുന്നതിനുമൊക്കെ തടസ്സങ്ങളായി മാറുന്നത്. അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ചെറുപ്പക്കാരുടെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ഒരു രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിനുള്ള അതിപ്പോൾ ഈ കഴിഞ്ഞ ബജറ്റുകളിൽ അടക്കം ഈ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നല്ലോ. അപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് ഈ IT മേഖല അല്ലെങ്കിൽ AI മേഖലയെ മാത്രമല്ല, നമ്മുടെ പരമ്പരാഗതമായ ഊർജ മേഖലയെ അടക്കം ഇനിയും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പക്കാരുടെ സ്കിൽ ലെവൽ, അവരുടെ നൈപുണ്യത്തിൻ്റെ കാര്യത്തിൽ കുറവുകളുണ്ട്. ആ നൈപുണ്യത്തിലുള്ള കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഇതിന് മാനുഫാക്ചറിങ് രംഗത്ത് വളരെയധികം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ SME സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുഭൂരിപക്ഷവും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ആൻസിലിയറി യൂണിറ്റ്സ് ആയിട്ട് അവയ്ക്ക് ചെറുകിട ഘടകങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളാണ്. അപ്പോൾ നമ്മുടെ വ്യാവസായിക മേഖലയിൽ വളരെയധികം മുതൽ മുടക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ എന്താണ്? എന്തുകൊണ്ട് മാനുഫാക്ചറിങ്ങിനെ ഇപ്പോൾ ഡോക്ടർ മോഹൻകുമാർ പറഞ്ഞതുപോലെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് നമ്മുടെ സംരംഭകർ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ടാണ് തയ്യാറാകുന്നത്? അവരുടെ ഇൻവെസ്റ്റർ കോൺഫിഡൻസ്, അവരുടെ ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ ബിസിനസ്സിന് ഭാവിയുണ്ട് എന്നുള്ള തോന്നലുണ്ടാകുന്നില്ല. ആ ബിസിനസ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ എന്തെല്ലാം ഇൻസെൻറ്റീവുകൾ കൊടുക്കാൻ കഴിയും എന്നുള്ളത് ബഹുമാനപ്പെട്ട ധനമന്ത്രി
കൃത്യമായ പദ്ധതികൾ മുന്നോട്ട് വെക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ഈ നമ്മുടെ ഇപ്പോഴുള്ള ഈ ഒരു വളർച്ചാ നിരക്കിലുള്ള ഈ ഒരു അസന്നിഗ്ധാവസ്ഥ പരിഹരിക്കുന്നതിന് വേറെ ഒറ്റമൂലികളൊന്നും തന്നെ ഇല്ല. നമ്മുടെ സുഹൃത്ത് ശ്രീ TC മാത്യു പറഞ്ഞതുപോലെ ആഗോള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒട്ടും തന്നെ അനുകൂലമല്ല. പക്ഷേ 147 കോടി വരുന്ന ഇത്ര ശക്തമായ ഒരു വിപണി, അതിലൊരു ചെറിയ ഒരു ഡിമാൻഡിലൊരു വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര ആയിരം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ആയിരിക്കും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി വരിക, നമ്മുടെ കൺസ്യൂമേഴ്സിന് വേണ്ടി വരിക. അപ്പോൾ ആ രീതിയിലുള്ള വളരെ വളരെ ക്രിയേറ്റീവായ സൃഷ്ടിപരമായ നിർദ്ദേശങ്ങളുമായിട്ട് നമ്മുടെ ധനമന്ത്രി മുന്നോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ്. ഡോക്ടർ എസ് മോഹനകുമാർ, ഇവിടെ ഇതാ ഈ കോവിഡിന് ശേഷമുള്ള 3 വർഷത്തെ ശരാശരി വളർച്ച എന്നത് 8.3 ആയിരുന്നു. അതാണ് ഒരുപക്ഷെ അതിനേക്കാൾ താഴെ എന്ന നിലയിലേക്ക് 6.4% എന്ന് പറയുമ്പോൾ അത് എത്താൻ പറ്റുമോ എന്ന സംശയമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഓരോ ഇന്ത്യൻ പൗരനും കടന്നു പോകുന്നത്. അവിടെയാണ് ഈ ചെലവഴിക്കൽ ശേഷി എന്നത് തീരെ ഇല്ലാതെയാകുന്നു ശരാശരി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നു. അവിടെ ശ്രീ TC മാത്യു സൂചിപ്പിച്ചതുപോലെ ഈ ആദായ നികുതിയിൽ അടക്കം മാറ്റം വരുത്തിയാൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന വാങ്ങൽ അല്ലെങ്കിൽ ചെലവഴിക്കൽ ശേഷി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഒരു എക്കോണമിയെ മാറ്റിയെടുക്കുമ്പോൾ എടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഇവിടെ ജോസഫ് ആശി സാറ് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഈ ഏതെങ്കിലും തരത്തിൽ പരമ്പരാഗതമായ രീതിശാസ്ത്രങ്ങൾക്കപ്പുറത്തേക്ക് വിപ്ലവകരമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളേണ്ട സമയം കൂടിയാണ്. അത് ആസന്നമായിരിക്കുന്നു. അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകും ഈ ബജറ്റിൽ എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? നമ്മുടെ ഒരു ഇൻകം ടാക്സിൽ ഉണ്ടാകുന്ന സ്ലാബിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി ഇന്ത്യയിലെ ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോ ഇന്ത്യയിലെ ഈ ഇന്ത്യൻ സാമ്പത്തിക വളർച്ച 2024-25 കാലഘട്ടത്തിൽ 6.4 എന്നുള്ളത് 6% താഴെ നിൽക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഈ 6.4% സാമ്പത്തിക വളർച്ച വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മാനുഫാക്ചറിംഗ് സെക്ടർ, നമ്മുടെ ഉൽപാദന മേഖല ിലുണ്ടായ അതിരൂക്ഷമായ തകർച്ചയാണ്. അതെ, അത് സർവേ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. നിർമ്മാണ മേഖല വലിയ തകർച്ച. അത് മാത്രമല്ല, കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ മന്ദഗതിയിലാണ്. അല്ല, ഇതിനകത്ത് രണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖല ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോ ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ, ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ സെക്ടർ വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇവരുടെ കയ്യിൽ ആവശ്യത്തിലധികം മൂലധനം ഇരിക്കുന്നു, ക്യാപിറ്റൽ ഇരിക്കുന്നു, പക്ഷേ കൊടുക്കാൻ ആളില്ല. ആരും കോർപ്പറേറ്റ് സെക്ടർ വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഇവര് വീട്ടുകളിൽ ആളുകളെ കണ്ടുപിടിച്ച് ക്രെഡിറ്റ് കാർഡായിട്ട് ഇത് കൊടുക്കുകയാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അവിടെ അതെന്താകാം സാറേ? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആത്മവിശ്വാസക്കുറവ്, അതായത് വായ്പ എടുത്താൽ ആ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് ഉപഭോക്താക്കൾ ഉണ്ടാകുമോ, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുമോ, അങ്ങനെ ഒരു വിപണി ഉണ്ടോ എന്ന് സംശയിക്കാൻ കാരണം അതൊരു വളരെ ശരിയായ അതുകൊണ്ടാണ് കോർപ്പറേറ്റ് മേഖല അതിന്റെ ഏറ്റവും വലിയ ഇന്ന് പാർലമെന്റ് വിളിച്ച എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ടത്. കാരണം ഇന്ത്യയിലെ ഹൗസിംഗിന്റെ ഡിമാൻഡ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 8 നഗരങ്ങളിൽ ഓരോ വർഷവും വിറ്റഴിക്കുന്ന വീടുകളുടെ എണ്ണമാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഒരു വളർച്ച. അത് 101,40,00,000 യൂണിറ്റ് വിറ്റുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് 85 ലക്ഷം യൂണിറ്റുകളെ 8 സിറ്റികളിലായി വിറ്റിട്ടുള്ളൂ. അതൊരു ഇൻഡിക്കേറ്റർ ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇത് പാസഞ്ചർ കാർ വെഹിക്കിളില് 4% മാത്രമേ ഉള്ളൂ വളർച്ചാ നിരക്ക്. പക്ഷെ ഇതിന്റെ എല്ലാം ഡയഗ്നൈസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2024-25 വർഷത്തിൽ വളരെയധികം താഴോട്ട് പോയത് എന്നുള്ളതിന് നമ്മുടെ ധനകാര്യമന്ത്രി കണ്ടെത്തിയിരിക്കുന്ന 3 കാരണങ്ങൾ വളരെ രസകരം. ഒന്നാമത്തെ പറയുന്നത്, നമ്മൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ഉത്സവങ്ങളുടെ സീസൺ ആയിരുന്നത് കൊണ്ട് ആളുകൾക്ക് ശരിയായ രീതിയിൽ പുറത്തിറങ്ങി സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മാനുഫാക്ചറിംഗ് സെക്ടർ അടച്ചുപോയത്. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ലല്ലോ ഉത്സവങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ കാർഷിക മേഖല വളർച്ച
ഉണ്ട്. അത് ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കാർഷിക മേഖല വളരുന്നത്. നല്ല മഴ കിട്ടുമ്പോൾ നന്നായിട്ട് ഉത്പാദനം ഉണ്ടാവും. മഴ കുറയുമ്പോൾ ഇന്ത്യയിലെ മൊത്തം കൃഷി സ്ഥലത്തിന്റെ 51% മഴയെ ആശ്രയിച്ചാണ്. അപ്പോൾ ഇങ്ങനെ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുമ്പോൾ നല്ലൊരു മൺസൂൺ കഴിഞ്ഞ വർഷം കിട്ടി, ഉത്പാദനം കൂടി 3.5% രേഖപ്പെടുത്തി. അത് അടുത്ത വർഷം കുമ്പള പോലെ ഇല്ലാതെ ആവുകയും ചെയ്യും. പക്ഷെ മറ്റൊരു കാര്യം അതിന് പറയുന്നത്, നല്ല മഴ കിട്ടിയപ്പോൾ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ആളുകൾക്ക് മഴയത്ത് ജോലി ചെയ്യാൻ പറ്റാതെയായി. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ സെക്ടറും മൈനിങ് സെക്ടറും ഖനന മേഖലയും താഴോട്ട് പോയി. അതുകൊണ്ടാണ് നമ്മളുടെ മാനുഫാക്ചറിങ് സെക്ടർ തകർന്നു പോയതെന്നാണ് ഒരു കണ്ടെത്തൽ. ഈ രണ്ട് കണ്ടെത്തലുകളും കാണിക്കുന്നത് ശരിയായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ താഴോട്ട് പോയെന്നുള്ളതിന്റെ ശരിയായ രീതിയിലുള്ള വിശകലനം കണ്ടെത്താൻ തയ്യാറായിട്ടില്ല. അങ്ങനെ കണ്ടെത്തിയില്ല എങ്കിൽ നിങ്ങൾക്കത് പരിഹരിക്കാനും കഴിയില്ല. ഈ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം, ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളും പറയുന്നത് ഒരു രാജ്യം സാമ്പത്തികമായി മുന്നേറുമ്പോൾ നമ്മൾ 2047 ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി വളരും, വികസിത് ഭാരത് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്ന നമ്മൾ കാർഷിക മേഖലയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം, ജനസംഖ്യയിലെ അനുപാതം, തൊഴിൽ സേനയിലെ അനുപാതം 42% 46% എന്ന് കേന്ദ്ര സർക്കാരിന്റെ തന്നെ പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേ പറയുന്നു. കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന എപ്പോഴാണ്? മറ്റ് മേഖലകളിലൊന്നും നിങ്ങൾക്ക് ഒരു സാധ്യതകളും ഇല്ലാതെ ആകുമ്പോഴാണ് കാർഷിക മേഖലയിൽ ചെന്ന ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അത് ഇന്ത്യയിലും കേരളത്തിലും എല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. കാർഷിക മേഖലയെ ആശ്രയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉപജീവനം കഴിച്ചു പോകാനുള്ള മഴ പോലും ഇന്ന് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ കാർഷിക മേഖലയെ ആശ്രയിക്കുക എന്ന് പറയുന്ന ഇന്ത്യൻ സംഭവത്തെ പിറകോട്ട് പോവുകയാണ്. ഇപ്പൊ അമേരിക്കയിൽ 4% ആളുകൾ കാർഷിക മേഖലയെ ആശ്രയിക്കുമ്പോൾ അമേരിക്കയുടെ ദേശീയ വരുമാനത്തിന്റെ 7% അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ 46% ആളുകൾക്ക് കിട്ടുന്നത് ദേശീയ വരുമാനത്തിന്റെ 17%. 100 രൂപ ദേശീയ വരുമാനം ഉണ്ടെങ്കിൽ 17 രൂപയെ കൃഷിക്കാർക്കും കർഷക തൊഴിലാളികൾക്കുമായി കിട്ടുന്നുള്ളൂ. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് കർഷകർക്ക് പലതരത്തിലുള്ള സബ്സിഡികൾ കൊടുത്ത് ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ആളുകളുടെ കയ്യിൽ നേരിട്ട് പണം കൊടുക്കുന്ന ഇടപാടാണ്. താങ്കൾ ഗ്യാസ് സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തായെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആളുകൾക്ക് സബ്സിഡി ഇല്ല, ഗ്യാസും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പം ഗ്യാസ് സബ്സിഡി ആൾമോസ്റ്റ് നിന്നതുപോലെ. ഇതുപോലെ 2018 ഡിസംബർ മാസത്തിൽ വളരെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയതാണ് PM കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് 6000 രൂപ ഒരു വർഷം കൊടുക്കുക, 3 തവണകളായി 6000 രൂപ കൊടുക്കുക. 6000 രൂപയെ നമ്മൾ 365 കൊണ്ട് ഭാഗിച്ചാൽ ഒരു ദിവസം 14 രൂപ. ഒരു ദിവസം 14 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചായ കുടിക്കാനുള്ള പൈസ ഒരു കർഷകന് ചായ കുടിച്ച്, അത് പോട്ടെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് തുടങ്ങുന്ന സമയത്ത് ഒരു വർഷത്തിൽ 14 കോടി കർഷകർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഓരോ വർഷവും ബഡ്ജറ്റിൽ അതിന്റെ എമൗണ്ട് കുറച്ചു കൊണ്ടുവന്ന് ഏറ്റവും അവസാനം കോവിഡ് കാലത്ത് പോലും ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന കാലത്ത് പോലും 1.5 കോടി പേർക്കാണ് അത് കൊടുത്തത്. ഇതുവരെ അത് കൂടുതൽ കൊടുത്തിട്ടില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ്, ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത് വീണ്ടും 60,000 കോടി രൂപയെ മാറ്റിവെച്ചിട്ടുള്ളൂ. ഇനി കാർഷിക മേഖലയ്ക്കായി ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്ന 46% തൊഴിൽ സേനയുടെ 46% ആളുകൾ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന കാർഷിക മേഖലയ്ക്കായി കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റിവെച്ചത് 2% താഴെ ഈ ബഡ്ജറ്റിലും അങ്ങനെയായി. ഇതിൽ തന്നെ ഭൂരിഭാഗവും കൊടുക്കുന്നത് നേരിട്ടുള്ള ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടുള്ള സമ്മാൻ നിധി പദ്ധതി 60,000 കോടി രൂപ അങ്ങനെയാണ്. അവിടെ ഒരു സംശയം ഉണ്ടാകുന്നത്, ഈ കാർഷിക മേഖലയിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്ന് താങ്കൾ തന്നെ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാർഷിക മേഖലയിലേക്ക് മാത്രം കൂടുതൽ ഊന്നി നൽകിക്കൊണ്ട് ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് മുന്നോട്ട് പോകാനും പറ്റുമോ എന്ന മറുചോദ്യവും ഇല്ലേ അവിടെ? അല്ല, കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കണം. അവരെ വ്യാവസായിക സേവന മേഖലയിലേക്ക് മാറ്റണം. അതിന് വ്യാവസായിക മേഖല വളരണം. പക്ഷെ ഇന്ത്യയിൽ വ്യാവസായിക മേഖല, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ആളുകൾ വരേണ്ടല്ലോ. ഒരു രാജ്യം സാമ്പത്തികമായി വികസിക്കുമ്പോൾ കാർഷിക മേഖലയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം, അവരുടെ അനുപാതവും ഗണ്യമായി കുറയണം. വികസിത രാജ്യങ്ങളിലെല്ലാം 10% താഴെ ആളുകളെ കാർഷിക മേഖലയെ ആശ്രയിക്കുന്നുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഉൽപാദന മേഖല, മാനുഫാക്ചറിങ് സെക്ടർ ശരിയായ രീതിയിൽ വളരാത്തത് കൊണ്ട് നമ്മളുടെ വികലമായ സാമ്പത്തിക നയങ്ങൾ കാരണം വ്യാവസായിക മേഖലയ്ക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നില്ല. MSME മൈക്രോ ഇൻഡസ്ട്രീസിന് പോലും നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ മുഴുവനുള്ളത്. കാരണം വലിയ വ്യവസായങ്ങളാണ് ഇവരുടെ, ഡോക്ടർ സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ വ്യവസായങ്ങളുടെ സാറ്റലൈറ്റ് ആയിട്ടുള്ള
വ്യവസായങ്ങളാണ് ഈ MSME. നമുക്ക് ശ്രീ TC മാത്യുവിന്റെ അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സുഹൃത്തിന്റെ അതിക്രൂര പീഡനത്തിനിരയായി വെന്റിലേറ്ററിലായിരുന്ന ചോറ്റാനിക്കരയിലെ പെൺകുട്ടി മരിച്ചു. പെൺകുട്ടി നേരിട്ടത് ലൈംഗികാതിക്രമവും മർദ്ദനവും. പോസ്റ്റ്മോർട്ടം നാളെ. പ്രതി അനൂപിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലും അന്വേഷണം. ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജോത്സ്യനെ ചോദ്യം ചെയ്തു. കരിക്കകം സ്വദേശിയായ പ്രദീപ് എന്ന ശംഖുമുഖം ദേവിദാസിനെയാണ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്. ശ്രീതുവും ഹരികുമാറും ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലെന്ന് ദേവിദാസന്റെ ഭാര്യ ഉഷ. വീട്ടിൽ മന്ത്രവാദം നടക്കുന്നില്ല, ജ്യോതിഷം മാത്രമാണ് പഠിപ്പിക്കുന്നത്. കുട്ടിയുടെ മരണത്തിൽ ദേവിദാസന് ബന്ധമില്ല. സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് കേസാണെന്ന് പറഞ്ഞാണ് ദേവിദാസനെ പോലീസ് കൊണ്ടുപോയതെന്നും ഉഷ. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ കുഞ്ഞിന്റെ അമ്മയെ കുറ്റവിമുക്തിയാക്കിയിട്ടില്ലെന്ന് SP സുദർശനൻ. അമ്മാവൻ കുറ്റം സമ്മതിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. സംഭവം നടന്ന വീട്ടിൽ പരിശോധന നടത്തി SP. ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മുൻവൈരാഗ്യത്തിനൊപ്പം അന്ധവിശ്വാസവും. പ്രതി ഹരികുമാറും 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതുവും തല മുണ്ടനം ചെയ്തത് ജോത്സ്യന്റെ നിർദ്ദേശത്തെ തുടർന്നെന്ന് വിവരം. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും വിശദമായ അന്വേഷണമുണ്ടാകും. ദേവേന്ദു കൊല്ലപ്പെട്ടതിന്റെ തലേ ദിവസം പ്രതി ഹരികുമാറിനെ കണ്ടിരുന്നുവെന്നും സംശയകരമായി ഒന്നും തോന്നിയില്ലെന്നും അയൽവാസി. കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും അയൽവാസി. എറണാകുളത്ത് സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. റാഗിങ്ങിനെ തുടർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന അമ്മയുടെ പരാതിയിലാണ് അന്വേഷണം. സഹപാഠികളുടെയും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുക്കും. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മിഹിർ അഹമ്മദ് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഇക്കഴിഞ്ഞ ജനുവരി 15-ന്. സ്കൂളിലെ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്നായിരുന്നു കുട്ടിയുടെ ആത്മഹത്യയെന്നാണ് കുടുംബത്തിന്റെ പരാതി. തൃപ്പൂണിത്തുറയിൽ സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റാഗിങ്ങിൽ പരാതി ഇതുവരെ കുടുംബം ഉന്നയിച്ചിട്ടില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. സമൂഹ മാധ്യമത്തിൽ സ്കൂളിനെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്. കൊച്ചിയിൽ അനധികൃതമായി ജോലി ചെയ്തിരുന്ന 27 ബംഗ്ലാദേശികൾ പിടിയിൽ. മുനമ്പത്ത് നിന്നാണ് പിടികൂടിയത്. ആലുവ റൂറൽ പോലീസും ആന്റി ടെസ്റ്റിംഗ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. 27 ബംഗ്ലാദേശികളും ഉപയോഗിച്ചിരുന്നത് വ്യാജ ആധാർ കാർഡെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന. കൂടുതൽ കൂലി കിട്ടുന്നതിനാലാണ് ഇവർ കേരളത്തിലേക്ക് എത്തിയതെന്ന് SP. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും. ബുധനാഴ്ച പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനാകുമെന്ന പ്രതീക്ഷയിൽ പോലീസ്. ജനരോഷം കണക്കിലെടുത്ത് അതീവ സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ്. നെന്മാറയിലെ അനാഥരായ പെൺകുട്ടികൾക്ക് കൈത്താങ്ങായി CPM. അച്ഛനും അമ്മയും നഷ്ടമായ അഖിലയ്ക്കും അതുല്യയ്ക്കും ജോലി നൽകും. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ ഇരുവർക്കും ജോലി നൽകുമെന്നും തുടർന്നുള്ള നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N. സുരേഷ്. ശ്രീ TC മാത്യു, ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകൾ അവരുടെ ജീവിത സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും, അതിന് എന്തെല്ലാം ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് കാത്തിരിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന മെച്ചപ്പെടുത്തേണ്ട വലിയ ഉത്തരവാദിത്തം സർക്കാരിനുണ്ടാകുന്നത്. അതിന് ആദായ നികുതി സ്ലാബിൽ മാത്രം മാറ്റം വരുത്തിയാൽ പോരാ, വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കേണ്ട സാഹചര്യം ഉണ്ടാകണം. നിർമ്മാണ മേഖല മാന്ദ്യത്തിലാണ് എന്ന് റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് നിക്ഷേപം ഗണ്യമായി കുറയുന്നു എന്ന് പറയുന്നുണ്ട്. കാർഷിക മേഖല വളർച്ചയിൽ ആണ്, അത് ആശ്വാസമാകുന്നു എന്ന് പറയുന്നു. വിലക്കയറ്റം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് ആശ്വാസമാണ് എന്ന് പറയുമ്പോഴും ഈ സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും, അതിന് ഏത് തരത്തിലുള്ള ഒരു മാറ്റം ആയിരിക്കണം ഈ ബജറ്റിൽ ഉണ്ടാകേണ്ടത്? തീർച്ചയായിട്ടും മാറ്റം ആവശ്യമാണ്. ഇതിന്റെ ബജറ്റിന്റെ നയപരമായ സമീപനത്തിലാണ് പ്രധാനമായിട്ടും മാറ്റം ആവശ്യമുള്ളത്. കുറെ കാലമായിട്ട് നമ്മുടെ ബജറ്റുകള് അല്ലെങ്കിൽ ഗവൺമെന്റ് നയം എന്ന് പറയുന്നത്
അടിസ്ഥാന സൗകര്യങ്ങൾ അഥവാ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക, അതിന് ഗവൺമെന്റ് കാശ് മുടക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് വികസിച്ചുകൊള്ളും എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മുടെ പദ്ധതികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈന അങ്ങനെ ചെയ്തു, അത് വിജയിച്ചു. അവർ ഒത്തിരി റോഡുണ്ടാക്കി, തുറമുഖങ്ങളുണ്ടാക്കി, റെയിൽവേ ഉണ്ടാക്കി, അവിടെയെല്ലാം ധാരാളം പേർക്ക് പണി കിട്ടി. അതിന്റെ അനുബന്ധമായിട്ട് റോഡും റെയിൽവേയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റീൽ ഫാക്ടറികൾ നന്നാകുന്നു, അലൂമിനിയം ഫാക്ടറികൾക്ക് വളർച്ചയുണ്ടാകുന്നു, കോപ്പർ വ്യവസായം പുഷ്ടിപ്പെടുന്നു, മറ്റ് ഉൽപ്പന്നങ്ങളുടെ വിപണികൾ വളരുന്നു. അപ്പൊ ഇതെല്ലാം തൊഴിൽ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ അങ്ങോട്ട് വികസിപ്പിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ വന്നുകൊള്ളും എന്നാണ് ഗവൺമെന്റ് വിശ്വസിച്ചു പോരുന്നത്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ ബജറ്റുകളെല്ലാം അങ്ങനെ ഒരു സമീപനത്തിലാണ്. പക്ഷേ സമീപകാലത്ത് വന്നത്, നമ്മുടെ കോവിഡിന് ശേഷം വന്ന ഒരു കാര്യം, ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പണത്തിന്റെ അലോക്കേഷനും കുറഞ്ഞു. അതിന് പകരമായിട്ട് വരേണ്ട സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപങ്ങളും കുറഞ്ഞു. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ നമുക്ക് വേണ്ടത്ര നിക്ഷേപം ഉണ്ടായില്ല. ഇപ്പൊ ഈ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ വെള്ളം ചൂടാക്കാൻ പറഞ്ഞപ്പോൾ ചൂടാക്കിയോ ഇല്ല, അന്നേരമല്ലേ കറി എടുക്കാൻ പറഞ്ഞത്, കറി ഉണ്ടാക്കിയോ ഇല്ല, അന്നേരമല്ലേ ചായ തിളപ്പിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സാഹചര്യമാണിത്. ഇവിടെ ഗവൺമെന്റിന്റെ കൈവശം പണമില്ലാതെ വന്നു. അപ്പോൾ വലിയ തോതിൽ കമ്മി ഉണ്ടാക്കിയാണ് കോവിഡ് കാലത്തെ അതിജീവിച്ചത്. അപ്പൊ അവിടെ നിന്ന് റേറ്റിംഗ് താഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര കാലം കൊണ്ട് ഇത് കുറച്ചുകൊണ്ട് വന്നേക്കാം എന്ന് ഏറ്റു, അതായത് കമ്മി കുറച്ചുകൊണ്ട് വന്നേക്കാമെന്ന് ഏറ്റു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെലവുകൾ ചുരുക്കി. ചെലവുകൾ ചുരുക്കുമ്പോൾ ശമ്പളം കുറയ്ക്കാൻ പറ്റത്തില്ല, പെൻഷൻ കുറയ്ക്കാൻ പറ്റത്തില്ല, ചെറിയ ചില്ലറ ക്ഷേമ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ പറ്റത്തില്ല. കുറയ്ക്കാൻ പറ്റുന്ന ഏക കാര്യം എന്താ, റോഡ് പണിയും പാലം പണിയും ഒക്കെ കുറയ്ക്കുക. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ കണക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റെയിൽവേയുടെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും ഒക്കെ പ്രവർത്തനം കുറഞ്ഞു. അവർ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ എണ്ണം കുറഞ്ഞു. ഓരോ ദിവസവും 27 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കും, 30 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കും എന്നൊക്കെ നേരത്തെ നിതിൻ ഗഡ്കരിയൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ 30 പോയിട്ട് 20-ന് താഴെയായി അതിന്റെ റേറ്റ്. അപ്പോൾ അതിന്റെ അകത്തേക്കുള്ള നിക്ഷേപം കുറഞ്ഞു. സ്വാഭാവികമായിട്ട് അനുബന്ധ മേഖലകളിൽ വരേണ്ട നിക്ഷേപങ്ങളും ഒഴിവായി. ഇപ്പോ വന്നിരിക്കുന്ന അവസ്ഥ എന്താ, രാജ്യത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ കമ്പനികൾക്ക് മൂലധന നിക്ഷേപം 10% വർദ്ധിച്ചിരുന്നു 2024 മാർച്ചിൽ അവസാനത്ത്. ഈ വർഷം 6.4% വർദ്ധിച്ചുള്ളൂ. അപ്പൊ നമ്മള് അത്ര കണ്ട് മൂലധന നിക്ഷേപം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പണികൾ കുറയും, തൊഴിൽ കുറയും. അപ്പൊ ആ തൊഴിൽ കുറഞ്ഞ നഗരങ്ങളിലും പട്ടണങ്ങളിലുമുള്ള തൊഴിലുകൾ കുറഞ്ഞപ്പോഴാണ് ആ ജനങ്ങൾ ഗ്രാമങ്ങളിൽ കാർഷിക മേഖലയിലേക്ക് മടങ്ങിപ്പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ വന്ന സംഭവം എന്താ, കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം കൂടി, കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ വരുമാനം കുറഞ്ഞു. കാരണം അവിടെ 100 പേര് പണിക്കാരുണ്ടായിരുന്നത്തേക്ക് 10 പേര് കൂടെ ചെന്ന് കഴിയുമ്പോൾ 110 പേർക്കായിട്ടുള്ള വരുമാനം വീതിക്കപ്പെടുന്നു. അവരുടെ വരുമാനം കുറഞ്ഞു. സ്വാഭാവികമായിട്ട് അവരുടെ വാങ്ങൽ ശേഷി കുറയുന്നു. അവർ 4 ചായ കുടിച്ചിരുന്നത് 3 കുറയും. അങ്ങനെ ഓരോ ഭാഗത്തൂടെ കുറയുമ്പോൾ രാജ്യത്തെ കൺസ്യൂമർ ഗുഡ്സ് കമ്പനികൾ, ഈ ഫാസ്റ്റ് സോപ്പ്, ചീപ്പ്, തേയില ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് വിൽപ്പന കുറയുന്നു. അലങ്കാര കാര്യങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് കുറയുന്നു. 2 വീലറും വില കുറഞ്ഞ കാറുകളും ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് വിൽപ്പന കുറയുന്നു. അപ്പൊ അവർക്ക് വിൽപ്പന കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റീൽ കമ്പനികൾക്ക് വില കുറയുന്നു. സ്റ്റീൽ കമ്പനികളുടെ ഡിമാൻഡ് കുറയുകയാണ്. വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ സ്റ്റീൽ കമ്പനികളുടെ ഡിമാൻഡ് കുറയും. സ്വാഭാവികമായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങൾ അധികം വിറ്റ് പോകാതിരിക്കും. അവരും വികസന പ്രവർത്തനങ്ങൾ കുറയ്ക്കും. അപ്പൊ ഈ വിഷമചക്രം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇത് ദൂഷിത വലയമാണ്. അപ്പൊ അത് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ നാടകീയമായി എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യണം. അപ്പോ അതിന് ഇന്നിപ്പോ സാമ്പത്തിക സർവേ പുറത്തിറക്കിയ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഒരു വലിയ ഉപദേശം ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് കൊടുത്തു. നിങ്ങളൊക്കെ നല്ല ലാഭത്തിലൊക്കെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ പിന്നെ ആ ലാഭത്തിന്റെ ഒരു വീതം നിങ്ങൾ തൊഴിലാളികൾക്ക് കൊടുത്ത് അവരുടെ വേതന നിലവാരം ഉയർത്ത്. അപ്പോൾ അവരുടെ വേതന നിലവാരം ഉയർത്തുമ്പോൾ അവർ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയും അങ്ങനെ കച്ചവടം പുഷ്ടിപ്പെടുകയും ചെയ്യും എന്ന് പറയും. അപ്പൊ അതിന്റെ അകത്ത് മനസ്സിലാക്കുന്ന കാര്യം എന്താ, ഗവൺമെന്റ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ മൂലധന നിക്ഷേപത്തിന് ഗവൺമെന്റിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വന്ന് കച്ചവടം നടത്തിക്കോളാം, നിങ്ങൾ വന്ന് മൂലധന നിക്ഷേപം നടത്താൻ. അപ്പൊ ഗവൺമെന്റ് ഇതുവരെ 4-5 വർഷമായിട്ട് തുടർന്നു വരുന്ന നയം പരാജയപ്പെട്ടു എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. ശരി, അത് ഗവൺമെന്റ് പരോക്ഷമായിട്ട് അംഗീകരിച്ചതാണ് ഈ കാണുന്നത്. ശരി, അപ്പോ ഇതിന്റെ ദൂഷ്യം എന്താന്ന് വെച്ചാൽ നേരത്തെ ജോസഫാനും മോഹൻകുമാറും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന്റെ ദൂഷ്യം നമ്മുടെ ബാങ്കിങ് മേഖല ദുർബലമാകുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. അപ്പൊ അവര് ദുർബലമാകാതിരിക്കണമെങ്കിൽ നമ്മുടെ വ്യവസായങ്ങളുടെ വിറ്റുവരവ് കൂടണം. അതിന് രാജ്യത്തെ ജനങ്ങളെ പ്രാപ്തരാക്കുക. അതിന്
നാടകീയമായി എന്തെങ്കിലും നടപടി ഇവർ പ്രഖ്യാപിക്കുക. എന്തായാലും അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങൾ അടക്കം ഉണ്ടാകണം എന്നുള്ളതാണ്. ഡോക്ടർ ജോസഫ് ആശ, നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷകൾ കൂടി പങ്കുവെക്കേണ്ടതുണ്ടല്ലോ. ഓരോ ബജറ്റിലും ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ കേരളം ഒട്ടേറെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ 24,000 കോടി രൂപയുടെ പാക്കേജാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. വയനാടിന് പ്രത്യേകമായ പാക്കേജ് വേണം, റബ്ബറിന് ഒരു സ്ഥിരത ഫണ്ട് വേണം, വിഴിഞ്ഞം പദ്ധതി പോലെയുള്ള വികസന പദ്ധതികൾക്ക് കൃത്യമായ ഇടം നൽകണം. അതോടൊപ്പം കേരളത്തിന്റെ റെയിൽ വികസനത്തിന്, അത് കേരയിൽ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്ക് പണം വകയിരുത്തണം എന്നുള്ളതാണ്. പലപ്പോഴും അതൊരു രാഷ്ട്രീയ പോരിന്റെ കൂടി ഭാഗമായി മാറാറുണ്ട്. പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ അനുവദിച്ചു എന്നതൊക്കെ. പക്ഷേ ആത്യന്തികമായി കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു കരുതൽ കൈത്താങ്ങാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്? കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട് ലൈൻ പ്രോജക്റ്റുകൾ, അത് ഒന്ന് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഈ വൈബിലിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്ന അത് അക്കാര്യത്തിലൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അപേക്ഷകളിൽ അനുഭാവപൂർവമായ ഒരു സമീപനം കേന്ദ്ര സർക്കാർ തീരുമാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, വയനാടിന് വേണ്ടിയിട്ട് ഉള്ള ഒരു തരത്തിലുള്ള പാക്കേജോ ഒരു തരത്തിലുള്ള പദ്ധതിയും ഫലത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ തീവ്രത കുറഞ്ഞ ആഘാതങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ വൻതോതിൽ കേന്ദ്ര വിഭവങ്ങൾ ഒഴുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായും കേരളത്തോടുള്ള ഒരു അവഗണനയാണ്. അത് നമ്മുടെ കേരളീയരുടെ മുഴുവൻ ക്രോധത്തിന് കാരണമാകുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും. പിന്നെ നമ്മുടെ ശബരിമല പ്രോജക്റ്റ് നമ്മുടെ റെയിൽ പ്രോജക്റ്റിനായിരിക്കും. കാരണം നമ്മുടെ BJPയുടെ പ്രത്യേകമായ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ പക്ഷപാതങ്ങൾ മൂലം റെയിൽവേയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ സാധ്യതയുള്ളത് ശബരിമല പ്രോജക്റ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 2-3 പ്രോജക്റ്റുകൾക്ക് അപ്പുറത്ത് വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിന് വേണ്ടി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ മോഹൻകുമാർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? പലപ്പോഴും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പല പദ്ധതികളോടും മുഖം തിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന വിമർശനം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ നിന്ന് BJPക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP കൂടിയുണ്ട്. അദ്ദേഹം ഈ എയിംസ് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ അത് എത്തിക്കും എന്ന അവകാശവാദമൊക്കെ ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ആരോഗ്യമേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം ഏറെ മുന്നിലാണ്. എന്നിരുന്നാൽ പോലും ദീർഘകാല ആവശ്യങ്ങൾ ഉണ്ടല്ലോ കേരളം ഓരോ തവണയും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനോടൊക്കെ എന്തായിരിക്കും ഇത്തവണത്തെ സമീപനം എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നോക്കൂ, ഇപ്പോ കേന്ദ്ര സർക്കാർ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ നീർക്കോലി പിടിച്ച കുരങ്ങിന്റെ അവസ്ഥയാണ്. പിടിവിടാനും വയ്യ, പിടി വിട്ടില്ലെങ്കിൽ കുരങ്ങ് ഇല്ലാതെ പോവുകയും ചത്തുപോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നോക്കൂ, ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് ചെലവഴിക്കാൻ അർഹതപ്പെട്ട തുക കൊടുക്കാതിരിക്കുകയും അവരുടെ ബോറോയിങ് ലിമിറ്റിൽ അവരുടെ കടം വാങ്ങാനുള്ള മാർക്കറ്റിൽ നിന്ന് കടം വാങ്ങാനുള്ള സാധ്യതകളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യ ഒരു അവസ്ഥ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ 70% നടത്തുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. ഈ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ GST നടപ്പിലാക്കിയതിനു ശേഷം കൊടുക്കുന്നത് ആകെ ടാക്സ് ഇൻകത്തിന്റെ 40%, 60% കേന്ദ്ര സർക്കാർ കൈവശം വയ്ക്കുന്നു. ഈ 60% വെച്ചിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ 2024 ജൂലൈയിൽ ഉണ്ടാക്കിയ ബഡ്ജറ്റിൽ 11 ലക്ഷം കോടി രൂപയാണ് ഇത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റിവെച്ചത്. ഇന്നത്തെ എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ട് അതിന്റെ 40% പോലും കേന്ദ്ര സർക്കാർ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം സംസ്ഥാന സർക്കാരുകളെല്ലാം, കേരളം ഉൾപ്പെടുന്ന സംസ്ഥാന സർക്കാരുകൾ സ്വന്തമായി വരുമാനം കണ്ടെത്തി ആ വരുമാനത്തിൽ നിന്ന് മാത്രം ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് സംസ്ഥാനങ്ങളുടെ ഈ വികസന പ്രവർത്തനങ്ങളിലും രാജ്യത്ത് പണം ചെലവഴിക്കാനുള്ള കപ്പാസിറ്റിയിലും കേപ്പബിലിറ്റിയിലും എല്ലാം ഗണ്യമായ കുറവ് വന്നപ്പോൾ രാജ്യത്ത് മൊത്തത്തിലുള്ള സാമ്പത്തിക
മാന്ദ്യത്തിലേക്ക് പോയി. രാജ്യം പുറകോട്ട് നടക്കാൻ തുടങ്ങി. ഇനി പറയുന്നത് കേരളം ആവശ്യപ്പെട്ടതുപോലുള്ള 24,000 കോടി രൂപയുടെ പാക്കേജ് ഉൾപ്പെടെ, വയനാട് പാക്കേജ് ഉൾപ്പെടെ, നമ്മുടെ വയബിലിറ്റി ഫണ്ട് ഉൾപ്പെടെ, നമ്മുടെ റബ്ബർ സ്റ്റെബിലിറ്റി ഫണ്ട് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ അത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് സംസ്ഥാനങ്ങളെ കൊണ്ട് കൂടുതൽ പ്രവർത്തിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവരുടെ മാർക്കറ്റ് ബോറോയിങ് ലിമിറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഈ സാമ്പത്തിക മാന്ദ്യത്തിന് ഒരു പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. കേന്ദ്ര സർക്കാരിനല്ലാതെ നേരിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തി ഇന്നത്തെ സാമ്പത്തിക പ്രവർത്തനത്തിൽ നിന്ന്, സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും മുക്തി നേടാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ശ്രീ ടി.സി. മാത്യു, ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ഞാൻ താങ്കളിൽ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം GST നടപ്പിലാക്കിയതിനു ശേഷം നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അതോടൊപ്പം തന്നെ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലം, പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ മറ്റ് തൊഴിലിടങ്ങൾ, അതായത് പ്രവാസികൾ സാധാരണ തിരിച്ചു വരുമെങ്കിൽ ഇപ്പോൾ അവർ ഈ കാനഡയും ഓസ്ട്രേലിയയും അമേരിക്കയും UK-യും ഒക്കെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്നുള്ള വസ്തുത. അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, തീരശോഷണം പോലെയുള്ള പ്രതിസന്ധികൾ, കാലാവസ്ഥാ വ്യതിയാനം അടക്കമൊക്കെ കേരളം കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് എത്രത്തോളം വില കൽപ്പിക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? കഴിഞ്ഞ വർഷം ജൂലൈയില് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ബജറ്റില് നമ്മൾ കണ്ടത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഒക്കെ കുറേയേറെ വാരിക്കോരി കൊടുത്തതാണ്. 20 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള കേരളത്തിന് അങ്ങനെ വലിയ തോതിലുള്ള പ്രതീക്ഷകളൊന്നും ബീഹാറിന് ഇത്തവണ ചിലപ്പോൾ ഉണ്ടാകും അല്ലേ? ബീഹാറിൽ ഉണ്ടായെന്ന് വരും. കാരണം നിതീഷ് കുമാർ എന്തെല്ലാമോ ഉടക്കുകൾ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉടക്കുകൾ ശമിപ്പിക്കണമെങ്കിൽ അവിടെ കൂടുതൽ കാര്യങ്ങൾ കൊടുക്കണം. കേരളത്തിൽ ഇപ്പോ അവർക്ക് 20 സീറ്റേ ഉള്ളൂ. അതെങ്ങനെയെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന വിശ്വാസമുണ്ട്. കേരളത്തെ സഹായിക്കുന്നതിൽ അവർക്ക് രാഷ്ട്രീയമായ നേട്ടം ഇപ്പോൾ പ്രതീക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് സഹായിക്കാൻ ഉള്ള ഉദ്ദേശ്യത്തോടു കൂടിയുള്ള ഒരു സമീപനം പ്രതീക്ഷിക്കേണ്ട. പിന്നെ കടമെടുക്കുന്നതിനെ പറ്റി വലിയ ആവേശപൂർവ്വം നമ്മൾ ബാധിക്കുന്നു കേട്ടു. കടമെടുക്കുക എന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടമെടുത്താൽ അതിന് പലിശ സഹിതം അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. കടമെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ കടത്തിന്റെ, ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ എടുത്തിരിക്കുന്ന കടത്തിന്റെ കാര്യം നോക്കിയാൽ അറിയാം, അതിന്റെ 90% നമ്മൾ നിത്യനിദാന ചെലവുകൾക്ക്, റവന്യൂ ചെലവുകൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോ 90% റവന്യൂ ചെലവിന് ഉപയോഗിക്കാനായിട്ട് കടമെടുക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട സാമ്പത്തിക സമീപനമാണ്. കടമെടുക്കാൻ കുറെ കൂടി അവസരം കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ അതിന് നമ്മുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടണം. ഏറ്റവും പ്രധാന ആവശ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഇവിടുത്തെ വിഭവങ്ങൾ വേണ്ട രീതിക്ക് വിനിയോഗിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ റവന്യൂ ചെലവ് ഇത്രമാത്രം കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പലരും പറയും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഒത്തിരി കാശ് ചെലവാക്കിയിട്ടാണെന്ന്. അതൊക്കെ കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം അതൊന്നും അല്ല കാര്യം. നമ്മൾ ആവശ്യത്തിലേറെ ജീവനക്കാരെ നിയമിച്ചു കൂട്ടി. അതെന്തായാലും നമുക്ക് സംസ്ഥാന ബജറ്റിന്റെ സമയത്ത് കുറച്ചുകൂടി വിശാലമായി ചർച്ച ചെയ്യാൻ. ഞാൻ സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്, ദയവായി ക്ഷമിക്കുക. എന്തായാലും 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് തുടർച്ചയായി 8ാം തവണ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഒരു വനിതയാണ് എന്നത് എല്ലാവർക്കും അഭിമാനകരമാണ്. നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ 7 തവണ ബജറ്റ് അവതരിപ്പിച്ചതുപോലെയല്ല. ഇന്ത്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. കോവിഡ് കാലത്തെ ശരാശരി വളർച്ചാ നിരക്കിലേക്ക് എത്താൻ പോലും ഇന്ത്യക്ക് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ അടക്കമുള്ള സാമ്പത്തിക മാന്ദ്യം, അതിനെ മറികടക്കാൻ ആദായ നികുതിയിൽ അടക്കം മാറ്റങ്ങൾ വരുത്തുമോ? എന്തൊക്കെ പരിഷ്കാരങ്ങൾ, അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാ അതിഥികൾക്കും നന്ദി. പ്രത്യേക ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.